നമസ്കാരം. പോർട്രേറ്റ് വരക്കാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബേബിയെ എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഈസി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബേബിയെ വരക്കാൻ പഠിപ്പിക്കാം. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് റെഡി ആയിക്കോ. ക്ലാസ് കണ്ടിട്ട് തിരിച്ചു വരാം. ബേബി ഫേസ് വരക്കാനായിട്ട് ആദ്യം ഒരു സ്ക്വയർ ഷേപ്പ് വരക്കുക. സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന് ലെങ്ത്തും വിഡ്ത്തും ഈക്വൽ ആയിരിക്കണം. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ലെങ്ത്ത് വിഡ്ത്ത് ഈക്വൽ ആയിരിക്കുക. ഇനി അത് കണക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിലും ഇതൊക്കെ യൂസ് ചെയ്ത് വരക്കാം. ഇതുപോലെ ചെയ്യുക. ഇനി ഹോറിസോണ്ടലി നമ്മളിതിനെ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ വെർട്ടിക്കലി നമ്മളിതിനെ ഭാഗിക്കണം. ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു 4 ഭാഗങ്ങളായിട്ട് കിട്ടും. ഇതുപോലെ ബേസിക് ഷേപ്പുകളാക്കി നമ്മൾ വരയ്ക്കുമ്പോൾ ഡ്രോയിങ് കുറച്ചുകൂടെ ഈസി ആവും. ഇനി ഇതിനകത്ത് നമുക്കൊരു ഷേപ്പ് വരയ്ക്കണം, ഒരു റൗണ്ട് വരയ്ക്കണം. നിങ്ങളൊന്ന് കാണുക. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, ബേസിക് ഷേപ്പുകളാക്കി നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും എളുപ്പത്തിൽ ഡ്രോയിങ് പഠിക്കാനായിട്ട് കഴിയും, വരക്കാനായിട്ട് കഴിയും. ഇനി ഇപ്പം നമ്മൾ ചെയ്ത ഈ ഒരു റൗണ്ട് പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു വലിയൊരു റൗണ്ട് നമ്മൾ ചെയ്യണം. ഈ ഒരു എഡ്ജിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തുകൂടെ വരക്കുക. ഇപ്പം നമ്മൾ വരച്ച ഒരു ചെറിയൊരു റൗണ്ട് ബേബിയുടെ ചീക്കിൻ്റെ ഒരു പോർഷനാണ്. ഇനി ഹെഡിൻ്റെ ഒരു പോർഷൻ കൂടെ നമുക്ക് വരക്കണം. കണ്ടല്ലേ, ഇതുപോലെ ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഡ്രോയിങ്ങിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് കറക്റ്റ് കൊണ്ടുവരാനായിട്ട് കഴിയുക. ഇനി ഈ ഒരു ഭാഗം ഇൻ്റർസെക്റ്റ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതേപോലെ തൊട്ട് താഴെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഈ ഒരു എഡ്ജിലേക്ക് ഒരു കർവ് പോലെ വരച്ചെടുക്കണം. നമ്മുടെ പോർട്രേറ്റിലേക്ക് എത്താനുള്ള എളുപ്പവഴികളാണിത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാനിപ്പോൾ വരയ്ക്കുന്ന ഈ ഒരു ഷേപ്പിലേക്ക് വരച്ചെടുക്കുക. ആ കുഞ്ഞിൻ്റെ നോസാണ്. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇനി നമുക്ക് ആ നോസിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഷേപ്പ്, ആ വായോട് ചേരുന്ന ആ ഒരു ഭാഗം അതേപടി വരച്ചെടുക്കണം. കണ്ടല്ലേ, ഇതുപോലെ ലിപ്പ് ചെയ്യുക. താഴത്തെ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ബ്ലോക്ക് ചെയ്തെടുത്ത വൃത്തത്തിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും. നോസ്, ലിപ്പ്, ഈ ഭാഗങ്ങളൊക്കെ ഓക്കെ ആയി. ഇനി ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ താടി ഭാഗം, ജോയുടെ പോർഷൻ കറക്റ്റായിട്ടുണ്ട്. ഇനി നോസ്ട്രിലും കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൻ്റെ ഒരു ഏകദേശ ഐഡിയ നമുക്ക് കിട്ടും എളുപ്പത്തിൽ തന്നെ. ഈ നെക്കിൻ്റെ ഒരു പോർഷൻ, ആ കഴുത്തിൻ്റെ പിൻഭാഗം, കുഞ്ഞിൻ്റെ അത് വളരെ ഒരു ക്യൂട്ടായിട്ടായിരിക്കും, നല്ലൊരു ഓമനത്ത ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെവി, കണ്ടില്ലേ, ചെവി വരുന്ന അളവൊക്കെ കറക്റ്റ് നോക്കണം. നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൻ്റെ തൊട്ട് താഴെ 2 പോയിന്റ് താഴെയായിട്ട്, അതായത് ഐബ്രോ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് വരും. ഇനി ചെവിക്കുടയുടെ ഷേപ്പ് അനുസരിച്ച് മാർക്ക് ചെയ്യുക. ഇനി ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഐബ്രോ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ലൈനിലാണ് പുരികം വരുന്നത്. തൊട്ട് താഴത്തെ ഭാഗം ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി ഐബ്രോയുടെ തൊട്ട് താഴെ 2 പോയിന്റ് ഡിസ്റ്റൻസിൽ കണ്ണ് വരും. അതിൻ്റെ ഏകദേശ ഷേപ്പ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നീടാണ് നമ്മളതിൻ്റെ എക്സാക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം ഒരു ഏകദേശ ഐഡിയ നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ നമ്മളതിനെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവരും.
ഐബോൾ ചെയ്യുന്നുണ്ട്, നോക്കുക. ഷേപ്പ് അനുസരിച്ച് തന്നെ വരക്കുന്നുണ്ട്. ഇനി കണ്ണൊക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. കുഞ്ഞിൻ്റെ ഒരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൊട്ട് താഴെയുള്ളൊരു കർവ് പോലത്തെ ആ ഒരു ഭാഗം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. പുരികം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി കുഞ്ഞിൻ്റെ ലിപ്പിൻ്റെ ഈ ഒരു പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. നമ്മളൊരു ചെറിയൊരു ഐഡിയ മാത്രമേ ആദ്യം ചെയ്തിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ബിഗിനേഴ്സിന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണത് അല്ലേ? ഇനി ചെവി നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ചെവിയുടെ അകത്തുള്ള ചെറിയൊരു ഡീറ്റെയിൽ, കൂടുതൽ തന്നെ ഡീറ്റെയിലിങ് ആക്കുന്നില്ല. ബിഗിനർ ഫ്രണ്ട്ലി എങ്ങനെ വരക്കാൻ കഴിയും അത്രത്തോളം ലളിതമാക്കാൻ കഴിയുന്ന അത്രയും ഞാൻ ലളിതമാക്കിയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ കൊണ്ടൊരു ചിത്രം ഒരു പോർട്രേറ്റ് വരപ്പിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ലളിതമാക്കി പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായ വാല്യൂ കൊടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുക പോർട്രേറ്റ് വരയ്ക്കാനൊക്കെ. നമ്മൾ ജസ്റ്റ് ആണ്ടിലും സംക്രാന്തിക്കൊക്കെ ഒരു ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ 100% കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഡ്രോയിങ്ങിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. ഡെയിലി ഒരു 10-20 മിനിറ്റ് തന്നെ മോർ ദാൻ ഇനഫാണ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി തലയുടെ ഒരു ഷേപ്പ് ഞാൻ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു ഓമനത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നോസിൻ്റെ പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഷേപ്പ് അനുസരിച്ച് നമുക്കൊന്ന് വരക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇതുപോലെ വരച്ചെടുക്കണം. ഇനി പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ഔട്ട്ലൈൻ ചെയ്യണമെന്നില്ല. കുറച്ച് ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചിടുക. ലൈൻസിന് നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലൈൻ വെയ്റ്റ്സ് ആയിട്ട് ചെയ്യുക, ഇംപ്ലൈഡ് ലൈൻസ് ആയിട്ട് ചെയ്യുക. ഓക്കെ, പൂർണ്ണമായിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കാർട്ടൂണിൻ്റെ ലുക്കിലേക്ക് മാറും. അങ്ങനെ വരാൻ പാടില്ല. പോർട്രേറ്റിനൊരു ഒരു ഫീൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ലിപ്പിൻ്റെ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു ഓമനത്വം കൊണ്ടുവരാനായിട്ട് കഴിയും. ഓക്കെ, ലിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതേപോലെ ബാക്കി ഭാഗങ്ങൾ നോക്കി ചെയ്യണം. ഷെയ്ഡിങ് ഇതിൽ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫസ്റ്റ് ലെയറിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഈ താടിയുടെ പോർഷൻ ഒന്ന് ഷേപ്പ് അനുസരിച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം മാത്രം വരക്കുക. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കുഞ്ഞിൻ്റെ ആ ഈ ഒരു ഭാഗം കാണാനായിട്ട് കഴിയുക, ജോ. ഓക്കെ, ഇനി നെക്കിൻ്റെ ഈ ഒരു പോർഷൻ കൂടെ വരച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒരുപാട് തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഡെയിലി ഒരു 10 മിനിറ്റ് തന്നെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അത് മോർ ദാൻ ഇനഫാണ്. നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇനി ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുക. പെൻസിൽ ഞാൻ മേലെ പിടിച്ചിട്ടാണ് എപ്പോഴും ഞാൻ ഷെയ്ഡ് കൊടുക്കാറുള്ളത്. ലൈറ്റ് പ്രഷറാണ് എനിക്ക് ആവശ്യം. ഫസ്റ്റ് ലെയർ എപ്പോഴും ലൈറ്റായിട്ട് തന്നെ കൊടുക്കുക. ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ നോക്കി പ്രകാശം അടിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഒഴിച്ചിടുക. കണ്ടില്ലേ, എല്ലാ ഭാഗങ്ങളും ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ മാത്രം നോക്കുക, അതിനനുസരിച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്യുക.
ചീക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ആ കുഞ്ഞിൻ്റെ കവിൾത്തടം നല്ലൊരു ഓമനത്വമുള്ള ഒരു ഫീല് കിട്ടണം. അതേപോലെ തന്നെ ഷെയ്ഡിങ് ഒരിക്കലും ഡേർട്ടി ആയിട്ട് പോകാൻ പാടില്ല. ഓക്കെ, നമ്മളിപ്പോൾ എന്താണോ വരയ്ക്കുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടണം. ആ കുഞ്ഞിൻ്റെ കവിൾത്തടം വളരെ സോഫ്റ്റാണ്, സ്മൂത്താണ്. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കാണിക്കാനായിട്ട് കഴിയണം. ഓക്കെ, ഇനി ചെവിയുടെ ഈ ഒരു പോർഷൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇനി കണ്ണിൻ്റെ ഐബോള് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഞാൻ കറക്റ്റ് ചെയ്യുന്നുള്ളൂ, കട്ടിയിൽ വരയ്ക്കുന്നുള്ളൂ. ഇനി ഹെയർസിൻ്റെ കുറച്ച് സ്ട്രോക്കുകൾ നമ്മൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വരക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഫേസ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത്തെ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഡ്രോയിങ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.